ഹലോ. ഞാൻ എന്തിനാണ് ഇങ്ങനെ ചിരിക്കണേ? അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. ബിരിയാണി വേണോ? ഹലോ, ബിരിയാണി വേണോ? കഷ്ടം കേട്ടോ നിനക്ക്. ബിരിയാണി ബിരിയാണി വേണോ? സമയം ഇപ്പോ 10 മണി കഴിഞ്ഞു. പെട്ടെന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ ചിക്കൻ ബിരിയാണി എന്നാ നമുക്കേ ബിരിയാണി ഉണ്ടാക്കാം. ബിരിയാണി ഉണ്ടാക്കുന്നവരെ നമുക്ക് തൽക്കാലം കഞ്ഞി കുടിക്കാം. എന്തോ എന്താ വേണം? വേറെ ഒരു മിനിറ്റ്. കണക്കൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. കയ്യിൽ കിട്ടുന്നതല്ല. ഇത് നീളത്തെ എനിക്ക് അതിനകത്തിട്ടാ നിയമമൊന്നുമില്ലല്ലോ. ഇത് റെസിപ്പി ഇല്ലാത്ത ചിക്കനല്ലേ. ഈ പ്ലേറ്റിലിടാണ്. ഇതിലരിവാണേ. കട്ടിംഗ് ബോർഡ് ഇവിടെ. നന്നാ ഈ മയക്ക് ഞാനൊന്ന് എടുക്കുവാണ്. മുളക് ഇടാൻ പോയപ്പോഴേക്കും കരിഞ്ഞു. അയ്യോ എന്റെ ബിരിയാണി കരിഞ്ഞ അല്ല കാണാൻ കരിഞ്ഞ. സവാള ഇട്ടു. എടാ എത്ര സവാള ഇടണം? ഇത് ഒരു ടൊമാറ്റോ മതി. ഈ റെസിപ്പി നല്ലയാണെങ്കിൽ റെസിപ്പി വീഡിയോ ഇടാം അല്ലേ? അതെ. നന്ന അവിടെ കഞ്ഞി കുടിക്കാട്ടോ. ഹായ് പറയൂ. ടൊമാറ്റോ വലുതായിട്ടാണ് ചെറുതായിട്ടാണ്? കുഞ്ഞ ജ്യൂസ് ഇല്ല. അതാ കഞ്ഞി കുടിച്ചു കഴിഞ്ഞോ? കുറച്ചുകൂടെ ഉണ്ട് കഞ്ഞി. ഇതാ ഇത്രയും കൂടെ കുടിച്ചു. സന്തോഷിക്കും. നന്നയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ അത്ര വിശ്വാസം ഇല്ല. നമ്മള് ഒരുപാട് കഞ്ഞി കുടിക്കുകയാണ്. എന്റെ കണ്ണാടി. അമ്മ ബിരിയാണി ഉണ്ടാക്കുന്നു. ഒരു ഉടായിപ്പ് തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. ഇനി 2 വറ്റൽമുളക് ഇടാം അല്ലേ? അല്ലേ? അതേസമയം മറ്റൊരിടത്ത് എന്തൊക്കെയോ ചെയ്യാണ്. ജ്യൂസാണോ? ടേസ്റ്റ് ഉണ്ടോ? നന്ന ഫുഡ് കഴിക്കുന്നതിന്റെ ഒരു വീഡിയോ നമുക്ക് ഉടനെ ഇടാം. ഇനി വെളുത്തുള്ളിയാണോ? നല്ല രസമല്ലേ? വലിയ ആണോ? ഇടാല്ലേ? ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ കുക്ക് ചെയ്യുമ്പം സീരിയസ് ഫേസ് വയ്ക്കണം അല്ലേ? ജ്യൂസ് വീണ്ടും നന്ന ജ്യൂസ് കുടിക്കുകയാണ്. പച്ചമുളക് എത്ര ഇടണം? എന്താ പച്ചമുളക് ഇങ്ങനെ കീറി ഇടട്ടെ? എരിയോ നല്ലോണം? 2 ആവാ അല്ലേ? നന്ന അരിപ്പെട്ടിയുടെ പുറത്ത് കയറി നിൽക്കുകയാണ്. തറയിൽ ഫുള്ള് ചോറാക്കി. നമ്മൾ ഈ കുക്കിംഗ് കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ വൃത്തിയാക്കാൻ. എല്ലാ ദിവസവും പണിയല്ലേ? ഇന്ന് അമ്മയില്ല, അതുകൊണ്ടാണ്.
അല്ലെങ്കിൽ നമ്മളിവിടെ അടുക്കളയിലേക്ക് കയറാറില്ല. അമ്മ ഇപ്പം വീട്ടിലില്ല, അതുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ കയറിയത്. ആയിട്ട് അടുക്കള കിടക്കുന്നത്. പിന്നെ നമ്മള് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മെസ്സി ആവുമല്ലോ. അല്ല, എന്തുണ്ടാക്കുമ്പോഴും നമ്മൾ ഉണ്ടാക്കിയാൽ അത് അടുക്കള മെസ്സി ആവും അല്ലേ? ഞാനത് ചോറെടുത്തെറിയുന്ന ഭയങ്കര ഉപദ്രവമാണ് കേട്ടോ ഇപ്പൊ വന്ന് ചിരിക്കാനല്ല പറഞ്ഞ, ചോറെറിയല്ലേ. ഇനി കുറച്ച് തക്കാളി ഇടാം. ടൊമാറ്റോ ഒരെണ്ണം, only one. ഇല്ല 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 ഇല്ല. ഓ, നെയ്യ് വേണോ? നെയ്യ് ബിരിയാണിയിൽ ഇടാനുള്ള നെയ്യാണോ? നെയ്യ് വേണോ? അയ്യോ. അടുത്തത് ശകലം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. നെയ്യ് മിന്നു, നെയ്യ് കൊടുക്കുവോ അന്നയ്ക്ക്? നന്നയ്ക്ക് മഖാന വേണോ? മഖാന തരട്ടെ അച്ഛാ? ഒരു മിനിറ്റ്, എവിടെ ഇരുന്നോ? മഖാന. നന്നയ്ക്ക് മഖാന ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ കൊടുത്താലും മഖാന കഴിക്കും. മഖാന ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു ഗുഡ് ന്യൂസ് കൂടിയുണ്ട്. മിന്നു അറിഞ്ഞോ? നമ്മുടെ സെൻട്രൽ ബജറ്റില് ബീഹാറിൽ മഖാന ബോർഡ് രൂപീകരിച്ചു. അതിന്റെ പ്രഖ്യാപനം ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ മഖാന കൃഷിക്ക് വേണ്ടിയിട്ട് ഒരു ബോർഡ്, അപ്പം അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ഒരുപാട് കൃഷി നടക്കുന്നുണ്ടല്ലോ അവിടെ. എനിക്ക് തോന്നുന്നു ബീഹാറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മഖാന വരുന്നതെന്ന് തോന്നുന്നു. ഈ മഖാന എന്ന് പറയുന്നത് ഒരു തരം താമര വിത്താണ്. വെജ് കഴിക്കുന്നവർക്ക്, വെജിറ്റേറിയൻസ് ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് ഗുണമുള്ളൊരു സാധനമാണ്. ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ മഖാന. ഒരു തരം താമര വിത്താണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഗവൺമെന്റ് ബീഹാറിലൊരു മഖാന ബോർഡ് രൂപീകരിച്ചു. അപ്പൊ അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒരു നന്നയ്ക്ക് ഒരു ഗുണമുള്ളൊരു വാർത്ത. നന്ന, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആരാ? നമ്മുടെ പ്രസിഡന്റ് ആരാ? മുർമു. ആരാ? നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആരാ? പിണറായി. ഓക്കെ. എന്താ വേണം നന്ന? ഇത് വേണോ? മെനുവിന് ഏറ്റവും പേടിയുള്ള ഒരു സാധനമാണ് കുക്കർ. ഒരു 10 അടി മാറി നിൽക്കില്ല. കിച്ചന്റെ ഡോർ വരെ ക്ലോസ് ചെയ്തിട്ടേ പോകും. ഇത് ഏത് റൈസാണ്? ഈ റൈസിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒരു ഫുഡി എന്നുള്ള നിലയ്ക്ക് നീ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത്. വെന്ത് ബിരിയാണിയായി വന്ന മിന്നു പറയും ഏത് റൈസാണ്, ഇതെവിടേക്ക് കിട്ടും, ഇതിന് കിലോ എത്ര രൂപയാണ് വില, ഇതിന്റെ നീളം എത്ര, വണ്ണം എത്ര, എല്ലാം മിന്നു എന്തായാലും ബിരിയാണി എക്സ്പേർട്ട് ആയിട്ടുള്ള മിന്നു പറയും. ഇത് ഫസ്റ്റ് ടൈം അല്ല, ഈ കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്ന ഞാൻ ഇവിടെ എന്താ തല്ലി പൊളിക്കണേ? എന്തൊക്കെയാണോ പറയുന്നേ? അത് എയർ പോവാൻ വേണ്ടി, എക്സസ് എയർ പോവാൻ വേണ്ടി. ഓ, ഇതെങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നു? 3 വിസിലാവട്ടെ. അത് നമ്മുടെ കുക്കർ വേറെ, അവരുടെ കുക്കർ വേറെ. ചോറ് നമുക്ക് കഴിക്കാം.
ചോറ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയല്ലേ, ബിരിയാണി നമുക്ക് എന്നാ നിന്നങ്ങി പോയി നമുക്ക് ബിരിയാണി എടുത്ത് കഴിച്ചാൽ. ഓക്കെ ഓക്കെ വരാം. ഓക്കെ. അപ്പോൾ എല്ലാം കുക്കറിൽ ഭദ്രമാക്കി വെച്ചിട്ട് അടുത്ത വിസിലടിക്കായിട്ടുള്ള കാത്തിരിപ്പിലാണ്. നാരായണി അവിടെ കുറച്ച് ബുദ്ധിയിലാണ്. ഇതെന്തായി നോക്കണ്ടേ? അറിയാമോ വല്ലോ? ഇല്ല. ഞാൻ പോണേ. അയ്യോ ഇത് വെന്തങ്ങ് ഉടഞ്ഞു തീർന്നു. എടാ മന്തി പോലെ ഉണ്ട്. നല്ല മണം, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നു. കൈ വെച്ച് എന്തോ നോക്ക്. ഉപ്പില്ല. 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 നല്ല മണമുണ്ടല്ലേ? പക്ഷെ ഉപ്പില്ല. ഉപ്പ് ശകലം ഉപ്പില്ല. എരിവ് ലേശം കൂടുതലാണ്. അതായത് പ്രശ്നമല്ല. വെന്തല്ലേ? നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മള് കുറച്ച് ബ്രോക്കലി തിളപ്പിക്കാൻ വെച്ചു. അതിന് നെയ്യിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നാരായണിക്ക് ഭയങ്കര ഇഷ്ടമായത്. കുറച്ച് ഉപ്പ് കുറവായോണ്ട് ഉപ്പ് വെള്ളത്തിൽ കലക്കിയത്. അയ്യോ ഉപ്പ് കൂടുതൽ മതി മതി മതി. അപ്പൊ ഈ ബിരിയാണി കഴിക്കാൻ താല്പര്യമുള്ളവര് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ബിരിയാണി എന്ന് കമന്റ് ചെയ്താൽ ഇത് ഗീവ് അവേ ആയിട്ട് തരാം. ആരുണ്ടാക്കും ഈ ബിരിയാണി ഈ ബിരിയാണി ബാക്കി കാണിക്കാം. എന്നാ പിന്നെ നമുക്ക് ഇതുപോലത്തെ ബിരിയാണി ഉണ്ടാക്കി തരാം. അഖിലമസ് ഉണ്ടാക്കുന്നതായിരിക്കും. അതെ, ഈസി അല്ലേ? ഈ ചിക്കനിൽ ഉപ്പ് പിടിച്ചതാണോ? സെർവ് ചെയ്യാം. വെച്ചാല പാൻ ചൂടാക്കി അതിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അയ്യോ പ്ലീസ് സെർവ് ചെയ്താലോ? ഓക്കെ. അങ്ങനെ ഒരു യുദ്ധത്തിന് ശേഷം ബിരിയാണി ഡൈനിങ് ടേബിളിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുഴപ്പമില്ല. ബിരിയാണി വെച്ച എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഞാൻ ആദ്യമായിട്ടല്ല. ഈ ബിരിയാണി ആദ്യമായിട്ടല്ലേ? ഓക്കെ. നല്ല വെന്തിട്ടുണ്ട്. നല്ല ബിരിയാണിയാണ്. നോക്കാം, കഴിച്ചു നോക്കാം. കഴിക്കാൻ ആളെത്തി. ഇടിയിരുന്നോ? ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. എങ്ങനെയുണ്ട് ടേസ്റ്റി? ചവച്ച് കഴിക്കണേ. ഞാൻ കഴിച്ചു നോക്കട്ടെ കുറച്ച്. Thank you. അയ്യോ സൂക്ഷിച്ച്. എടാ എല്ലാം സൂക്ഷിച്ചു.
നോ നീഡ്. അവളത് മയണൈസ് എന്ന് വിചാരിച്ചിട്ടാണോ? ഇരുന്നോ എവിടെ പോണോ? മതിയായ എന്താ വേണം? തൈരുതാ. അല്ലേ പയറിൻ്റെ കൂടെ കൂട്ടി കഴിക്കും അല്ലേ? നല്ല ഒരു ടേസ്റ്റ് ഉള്ളൂ. താങ്ക് യു. കൊള്ളാലോ. വെള്ളം ഒഴിച്ചാലോ? ഇത്തിരി കൊടുക്കണ്ടേ? കുടിച്ചോ? ബൈ പറയൂ. ക്യാമറ ബൈ പറയൂ. ബൈ ബൈ. ഫ്ലൈങ് കിസ് കൂടെ കൊടുക്കണം. ഇത് വേണോ? ഇത് വേണം.